ഹലോ, ഇന്ന് വെറുതെ ഒന്ന് പാടത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നടക്കാനൊന്നല്ല, നടക്കണം എന്നും വിചാരിക്കും. പക്ഷേ വിചാരിക്കൽ നടക്കും, നടക്കലില്ല. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മഞ്ഞളും ഇഞ്ചിയും ചേമ്പും മാങ്ങഞ്ചിയും എല്ലാം എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത്. പിന്നെ അവരെല്ലാം പറിച്ചെടുത്ത് ഒരു പാളയിലാക്കി എൻ്റെ കൂടെ കൂട്ടി. പിന്നെ പോരുന്ന വഴിക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ചേനയെയും കണ്ടു. അതിനെയും കൂടെ കൂട്ടി വീട്ടിലേക്ക് നടന്നു. ഇനി നമുക്ക് മാങ്ങഞ്ചി അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഇതാണ് മാങ്ങഞ്ചി. മാങ്ങഞ്ചി എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. അറിയാത്തവർക്കായിട്ട് ഇതാണ് മാങ്ങഞ്ചി. ഇത് ഇഞ്ചിൻ്റെ അതേ രൂപം തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് മാങ്ങൻ്റെ ഒരു ഫ്ലേവറായിട്ട് വരും. അപ്പോൾ മാങ്ങഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മാങ്ങഞ്ചിനെ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് കട്ടുകുറ്റിയെടുക്കാം. അതിനു വേണ്ടി കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇത് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ്. ഈ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് ചൂടായാൽ കടുക് ഇട്ട് പൊട്ടിയ ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നീട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫ്ലെയിം സ്ലോ ആക്കി വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മാങ്ങഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് തീരെ ചേർത്തിട്ടില്ല. ഈ സമയം നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി തീരെ ചേർത്തിട്ടില്ല. ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് വിനീഗറാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1-2 തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്